നമ്മുടെ ഇന്നത്തെ റെസിപ്പി ക്യാരറ്റും പാലൊക്കെ മിക്സ് ചെയ്തിട്ട് ആവിയിൽ വേവിച്ചെടുക്കാൻ നല്ലൊരു സ്വീറ്റാണ്. അപ്പോൾ ഇതിലേക്ക് ആദ്യം നമുക്കൊരു 300 ഗ്രാം ക്യാരറ്റ് തൊലിയൊക്കെ നല്ലപോലെ ഒന്ന് മാറ്റി ക്ലീൻ ചെയ്തിട്ട് ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കുക്കറിലേക്ക് മാറ്റാവേ. ഇനി ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് പാലും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് 2-3 ഏലക്കയും കൂടി ചേർത്തിട്ട് നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 വിസിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. വേവിച്ചെടുത്തതിന് ശേഷം അതിന് ചൂടൊക്കെ നല്ലപോലെ മാറിയതിന് ശേഷം നമ്മളിത് മിക്സിയിലേക്ക് മാറ്റുന്നുണ്ട്. കൂടെ തന്നെ നമ്മൾ ആ ഒരു വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു പാലും കൂടി ആയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്കൊരു അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരക്കപ്പ് അളവിൽ വറുത്ത അരിപ്പൊടിയാണ്, ഇടിയപ്പപ്പൊടി ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ നല്ലപോലെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാം. എന്നിട്ട് നമ്മളിതൊരു നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് തടകി ഒരു ട്രേയിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ഒരു 15 മിനിറ്റ് ടൈം ഒന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു 15 മിനിറ്റ് ആവുന്ന ടൈമിലൊന്ന് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ ടോപ്പിലേക്ക് ഒരു ലെയറും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 1/4 കപ്പ് അരിപ്പൊടി, അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, അരക്കപ്പ് പാലും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് നമ്മൾ ആ ഒരു ടോപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മളൊരു 10 മിനിറ്റ് കൂടി ഒന്ന് ആവിയിൽ വേവിച്ചെടുത്താൽ മതി. ഒന്ന് നല്ലപോലെ തണുത്തതിന് ശേഷം ഡീമോൾഡ് ചെയ്തെടുക്കാം, കട്ട് ചെയ്തെടുക്കാം കേട്ടോ. തണുപ്പിച്ച് കഴിക്കാൻ അല്ലാതെ ചുടുപൊടി കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എന്തായിരുന്നു ട്രൈ ആക്കി നോക്കണേ. മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്